ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും കാക്കായും നമ്മുടെ കപ്പിൾസ് ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി രാവിലെ ഇഞ്ചത്തൊട്ടിക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ പോന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റ് അവൻ വിളിച്ചിട്ട് ഇങ്ങനെ പോകാൻ തോന്നുന്നു, അങ്ങനെ സെറ്റ് ചെയ്താട്ടോ. കോതമംഗലത്തു നിന്നാണെങ്കിൽ ഇഞ്ചത്തൊട്ടിക്ക് ഒരു 25 കിലോമീറ്ററൊക്കെ. നമ്മുടെ വീട്ടിൽ നിന്ന് അത്ര ഒന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ നമ്മുടെ കപ്പിൾസ് പുറകിലുണ്ട്. പിന്നെ നമ്മൾ മിക്കപ്പോഴും വന്ന സ്ഥലം അടുത്തായതുകൊണ്ട് അപ്പോൾ അവൾ ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പോണോടത്ത് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു തൂക്കുപാലം, പിന്നെ കയാക്കിങ്ങൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ ഇന്നാൾ പോയപ്പോൾ ഉണ്ടായില്ലായിരുന്നു, അന്നേരം വെള്ളം ഉണ്ടായില്ല, അതുകൊണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാക്കായി വന്നപ്പോൾ ഇവിടെ ഫുൾ പച്ചപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി നടന്ന സ്ഥലം. ഇപ്പം നിറയെ വെള്ളം. കുറച്ച് ലേറ്റ് ആയി. പിന്നെ പെട്രോൾ അടിക്കാനും കയറി, അവിടെ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ മുന്നേ കയാക്കിങ് കിടക്കണേ വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്നാളും വന്നപ്പോഴൊന്നും. ഇപ്പോൾ വെള്ളം ഉണ്ട്. അപ്പോൾ ഇക്കാക്കായ അവനും കൂടി പാലത്തിലായിട്ട് കയറിയിട്ട്. അപ്പോൾ ഇവിടെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ നേരത്തെയൊക്കെ മിക്കപ്പോഴും സേവ് ദ ഡേറ്റ് എടുക്കുന്ന സ്പോട്ട് ഇതായിരുന്നു കേട്ടോ. ഇപ്പം ആദ്യത്തെ അത്ര ഇല്ല. നമ്മുടെ കപ്പിൾസ് ഇത് ഫ്രണ്ടിൽ പോന്നു. തണുപ്പ് കുറവാട്ടോ. ചെറിയൊരു കോടമഞ്ഞുണ്ടല്ലേ. ഇതൊക്കെ വീട്ടിൽ കൂടെ നടക്കണ കുളത്തിൽ നിൽക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല കേട്ടോ. എന്തോരം ഉണ്ട്? നമ്മുടെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ. പരീക്കണ്ണിന്ന് ഇഞ്ചത്തൊട്ടിക്ക് 15 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങളിടയ്ക്ക് വൈകിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് അറിവുണ്ടായില്ല. പിന്നെ അതേ നമ്മുടെ കപ്പിൾസിൽ അവൾ ആദ്യമായിട്ട് വന്നതാണ്. അവൻ ഞങ്ങൾ വീടെടുത്തടുത്തില്ലേ, അപ്പോൾ ഇവർ കകായിക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്നു. ഞാനും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. നമുക്കൊരു 5:30 6 മണിക്കുള്ളിൽ വരാൻ പറ്റുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാരണം കണ്ടിട്ട് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല കോട ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. പിന്നെ എന്നാ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. പിന്നെന്താ, പിന്നെ നമ്മുടെ കപ്പിൾസിന് ഇക്കാക്ക് ഫോട്ടോ എടുത്തെടുക്കണ്ട കേട്ടോ. അടച്ചില്ലേ എടാ, അതിന് കണ്ണടച്ചു വിടാം. അതൊന്നും ചെയ്യണ്ട. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. ഒരു 7:30 ആയപ്പോൾ. പിന്നെ ഇക്കാക്ക് ഷോപ്പിൽ ഒരു 8:45 പോകണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോന്നു. അത്ര നേരം കാണാനുള്ള ടിക്കറ്റ് അവിടെ ഉള്ളൂ. ജസ്റ്റ് ഇഞ്ചത്തൊട്ടി, പിന്നെ നമ്മൾ തൂക്കുപാലം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകണോണ്ട് പ്രത്യേകിച്ച് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നമ്മൾ നിന്നൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം പുഴയിലും മൊത്തത്തിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പോണ വഴിക്ക് ഈ സൈഡിലുള്ള ഭാഗത്തൊക്കെ ഫുൾ പച്ചപ്പായിരുന്നു. നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുമായിരുന്നു. ഈ പ്രാവശ്യം അവിടെയൊക്കെ മൊത്തത്തിൽ വെള്ളമായിരുന്നു. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ അവിടേക്ക് ഇറങ്ങി ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു. ഈ പ്രാവശ്യം മൊത്തം വെള്ളം ഇവിടെ. വീഡിയോ
വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി ഗീസ്. ഇവിടെ വന്നേ പിന്നെ വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഡ്രസ്സെല്ലാം മാറി ദിക്കാ കടയിൽ പോകാൻ വേണ്ടി കുളിച്ച് ഡ്രസ്സ് മാറി ഞാൻ ഇവിടെ സോനാപ്പപ്പൊടി നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് വൈൻഡപ്പ് ചെയ്യാത്ത കാര്യം ഓർത്തെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.